നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുമുടിക്കുന്ന് ഹൈനാർക്കി റോഡിന്റെയും ചാലക്കുടി ആനമല റോഡിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണവും സംഘടിപ്പിച്ചു. ചായ്പോണി സർക്കാർ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഒരു സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ തൃശൂരിലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന് 1,11,000 മുകളിലെത്തി. വാർത്തകൾ വിശദമായി. തിരുമുടിക്കുന്ന് ഹൈനാർക്കി റോഡിന്റെയും ചാലക്കുടി ആനമല റോഡിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാന ജില്ലാ പാതയായ ഹൈനാർക്കി മെമ്മോറിയൽ റോഡ് 210.25 ലക്ഷം രൂപ ചെലവഴിച്ച് BM&BC നിലവാരത്തിലാണ് നവീകരിച്ചത്. ചാലക്കുടിയെയും മലക്കപ്പാറയെയും ബന്ധിപ്പിക്കുന്ന ചാലക്കുടി ആനമല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായി 25.258 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. തിരുമുടിക്കുന്ന് വനിതാ സംഭരണ വിതരണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പല്ലിശ്ശേരി, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് C, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പ്രസംഗത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള 2 ചടങ്ങുകളാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരുപാട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ ഒരുപാട് പഴികേട്ട ഒരു റോഡാണ് ചാലക്കുടി ആനമല റോഡ്. വാൽപ്പാറയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തർ സംസ്ഥാന പാതയായ മലക്കപ്പാറ മുതൽ ചിദംബരി റോഡിലേക്ക് കടക്കുമ്പോൾ അത് കുമ്പക്കുഴിയാണ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ബ്ലോഗർമാരും യൂട്യൂബർമാരും ഒക്കെ കേരളത്തിൽ തന്നെ അഭിമാനിക്കുന്ന തരത്തിലാണ് എന്ന് ഒരു കാലഘട്ടത്തിൽ ആ റോഡിനെ കുറിച്ച് വലിയ രീതിയിൽ പരാതികളുണ്ടായിരുന്നു. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണവും സംഘടിപ്പിച്ചു. സിനിമാ താരം കുമാരി ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ കല്ലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി നഗരസഭാ അധ്യക്ഷ ആലി ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. അന്യം നിന്നു പോകുന്ന സംസ്കാരങ്ങളെ പൊടിതട്ടി പരിപോഷിപ്പിക്കുന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ പട്ടണത്തിൽ മികച്ച പ്രവർത്തനമാണ് പാലസ് റെസിഡൻസ് അസോസിയേഷൻ കാഴ്ചവെക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണ പ്രഭാഷണം കവിയും കഥാകൃത്തും പാലസ് റെസിഡൻസ് കുടുംബാംഗവുമായ ടിനോ ഗ്രേസ് തോമസ് നിർവഹിച്ചു. കൗൺസിലർമാരായ മേഴ്സി ടീച്ചർ, KB ഉണ്ണികൃഷ്ണൻ, ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശ്, SNDP ചാലക്കുടി യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ടിനോ ഗ്രേസ് തോമസ്, പൊതുപരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങിയ ഇവാന പോൾവി, PR ശ്വേത, ഏഞ്ചൽ സാബു, അന്ന ഡേവിസ് എന്നിവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും
പൊതുപരീക്ഷകളിൽ വിജയം വരിച്ചവർക്ക് ട്രോഫികളും വിതരണം ചെയ്തു. 2025 നടത്തിയ കലാകായിക സാംസ്കാരിക മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ചായപ്പൂഴി സർക്കാർ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. പുളിങ്കര പള്ളി വികാരി ഫാദർ ജിജി കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. വർഗീസ് പോറായി, ഓമന ജോസ്, TT ബേബി, ബെന്നി നമ്പേരി, റാണി ജോഷി എന്നിവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്നത്തെ ഈ കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ മൃഗാശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു പ്രതിഷേധ ധർണ്ണ കഴിഞ്ഞ 5 മാസത്തിലധികമായി ഇവിടെ ഡോക്ടർ ഇല്ല. നമ്മുടെ ഡോക്ടർ സേവനം ലഭ്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അവകാശമാണ്. ഒരു ഡോക്ടർ സേവനം ലഭ്യമാക്കുന്നത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പശു ഉള്ളവനോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുള്ള വ്യക്തിയോ അല്ല നമ്മളൊന്ന് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് ഈ ഡോക്ടർ സേവനം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഓരോ നിരന്തര ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു മൃഗ ഡോക്ടർ, അതായത് ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിൽ സേവനം ലഭ്യമാക്കാൻ, അത് അധികാരികളുടെ നമ്മുടെ അവകാശങ്ങളെ ധംസിക്കുന്ന ഒരു സമീപനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഒരു സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള നൽകി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു പ്രതിഷേധ ധർണ്ണ മാത്രമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രവർത്തന മേഖലയിൽ, രോഗി സന്ദർശനം മുതലായ മേഖലകളിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടന പ്രസിഡന്റ് ശ്രീ ജോസേട്ടൻ ഉണ്ട്, ട്രഷറർ, സെക്രട്ടറി, പിന്നെ മറ്റ് ക്ഷണിച്ചും ക്ഷണിക്കാതെയും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഈ ഒരു പൊതുകാര്യത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ക്ഷീര കർഷകരെയും നമ്മൾ ക്ഷണിക്കാതെ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രൂപ്പ് രൂപീകൃതമായിട്ട് കൃത്യം 1.5 വർഷമായിട്ടും ഇതിനിടയിൽ നമ്മൾ ചില നല്ല കാര്യങ്ങൾ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതോടൊപ്പം ഞങ്ങൾ മാസം തോറും ഒരു 3-4 കിടപ്പ് രോഗികളെ വീടുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുന്ന ഒരു പ്രിയപ്പെട്ട ജോയ് കട്ടക്കയം. നമുക്കറിയാം, രക്ഷാധികാരി എന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ അധികാരമുള്ളവൻ. ഈ ഗ്രൂപ്പിന് മാത്രമല്ല, ഈ നാടിൻ്റെ കണ്ണിലുണ്ണിയായി കഴിഞ്ഞ 50 വർഷം സേവനം ചെയ്ത ഡോക്ടർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ പാതിരിക്കായിരിക്കും, ചിലപ്പോൾ എടുപ്പായിരിക്കും ഡോക്ടറെ എന്ന് പറഞ്ഞൊരു വിളി. എനിക്കത് അവഗണിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടർ നല്ല തിരക്കുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ അവിടെ ടിക്കറ്റ് എടുത്ത് നോക്കി നിൽക്കുന്നുണ്ടാകും. എന്നാലും ഈ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇത് ഉദ്ഘാടനം ചെയ്താൽ കടന്നു വന്ന പ്രിയപ്പെട്ട ജോയ് കട്ടയം ഡോക്ടർക്ക് ഈ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഫാദർ ജിജി കുന്നൽ, സെൻറ് മേരീസ് ചർച്ച് പുളിങ്കര ഇടവക വികാരി. ഇതിനു മുമ്പും അച്ഛൻ പറഞ്ഞുവല്ലോ, ഈ ഗ്രൂപ്പിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കിയിരുന്ന മണിക്കൂറുകൾ വേറെ ചില ആളുകളെ ഇരുന്ന് ഞങ്ങൾ വിഷമിച്ചു. പക്ഷെ അച്ഛൻ കറക്റ്റ് ടൈമിൽ വന്നു. കറക്റ്റ് ടൈമിൽ എനിക്ക് വേറൊരു പ്രോഗ്രാമിന് പോകണമെന്ന് കുറച്ച് സമയത്ത് അച്ഛൻ പോയി. അച്ഛനെ സംബന്ധിച്ച് അറിയാം, ധാരാളം വീട്ടുകാരുള്ള ഒരു പള്ളിയാണ്. അതിലെ പള്ളിയുടെ നല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ തിരക്കിനിടയിലും ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന് കേരള സ്റ്റേറ്റ് ബാർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വാഴശ്ശേരി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടത്തിയ പ്രകൃതി പഠന ക്യാമ്പ് സമാപിച്ചു.
3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 49 സ്കൗട്ട് ഗൈഡുകൾ പങ്കെടുത്തു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ ബിനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ ഐഷാവി അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പാറക്കാട്ട്, ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ KD ജയപ്രകാശൻ, KK ജോയ്സി എന്നിവർ സംസാരിച്ചു. റോവർ കമ്മീഷണർ VB പ്രസാദ്, ഡൊണാൾഡ് ഡിസിൽവ, അബ്ദുൾ ബാബു, സിസ്റ്റർ റിൻസി, മുഹമ്മദ് റോഷാൽ, അജ്ജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രകൃതി പഠനത്തെ സംബന്ധിച്ച ക്ലാസുകൾക്ക് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ PK ധർമ്മരാജ്, അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ജിജി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിനോടനുബന്ധിച്ച് മോർണിംഗ് വാക്ക്, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി രാത്രി നടന്ന ക്യാമ്പ് ഫയർ ആദിവാസി ഊരുമൂപ്പത്തി ഗീത ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ തൃശൂരിലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ BJP ദേശീയ നേതൃത്വം ഇരുവർക്കും വ്യക്തമായ നിർദ്ദേശം നൽകിയതായാണ് സൂചന. K മുരളീധരനെതിരെ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ പത്മജയ്ക്ക് കൂടുതൽ വിജയ സാധ്യത തൃശൂരാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി BJP വിജയിച്ച ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. പത്മജയ്ക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ തുടർച്ചയുണ്ടാകും എന്നാണ് BJP വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാമെന്ന് പത്മജ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പ്രചാരണത്തിന്റെ മുഴുവൻ ചുമതലയും സുരേഷ് ഗോപിയെ ഏൽപ്പിക്കണമെന്നും പത്മജ പറഞ്ഞിരുന്നു. മണ്ഡലത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുമെന്ന് സുരേഷ് ഗോപിയും ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. സ്ഥാനാർത്ഥി പട്ടികയിൽ 6 മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ടായിരുന്നു. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയും എന്നതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം പോലെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ല. പ്രത്യേക സാഹചര്യത്തിൽ വിജയം ശോഭയ്ക്കൊപ്പം നിൽക്കുമെന്ന് BJP കരുതുന്നു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേമം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ BJPയുടെ പ്രചരണം ഇതിനകം തന്നെ ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്തെ സ്ഥാനാർത്ഥി. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മത്സര രംഗത്തുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന് 1,18,000 മുകളിലെത്തി. പവന് ഒറ്റയടിക്ക് 1,520 രൂപ വർദ്ധിച്ചതോടെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. 1,18,320 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 190 രൂപയാണ് വർദ്ധിച്ചത്. 14,790 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. രണ്ടിന് രേഖപ്പെടുത്തിയ 1,07,920 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ഇപ്പോൾ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ക്രമേണ ദുർബലമാകാൻ സാധ്യതയുമുണ്ട്. തെക്കൻ കേരള തീരത്തിന് സമീപം തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടെ സംസ്ഥാനത്ത് പകൽ സമയത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മാർച്ച് 8 പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതൻ സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി കുറുപ്പം SNDP ഹാളിൽ മാതൃസമ്മേളനം സംഘടിപ്പിച്ചു. വിദ്യാനികേതൻ സംസ്കൃതി ബോധ് പരിയോജന ജില്ലാ സംയോജക രാധിക ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതൻ പ്രധാന അധ്യാപിക റോഷ്നി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി ജയൻ, സീമ മഹീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി മാരാങ്കോട് സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിന്റെ കീഴിൽ വരുന്ന കുരിശടിയിൽ വനപാലകരും ഇടവക ജനവും തമ്മിൽ വാക്കേറ്റം. കുരിശടിയുടെ ചുറ്റുമിട്ടിരുന്ന മെറ്റലും കട്ടയും വനപാലകർ പൊളിച്ചുമാറ്റി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. വീണ്ടും വാഹനമെത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണിയടിച്ച് ആളെ കൂട്ടി വനപാലകരെയും വാഹനവും നാട്ടുകാർ തടഞ്ഞു. വനഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ അനുവദിക്കില്ലെന്ന് വനപാലകരും, എന്നാൽ ഭൂമി തങ്ങളുടേതാണെന്ന് കൈക്കാരന്മാർ ഉൾപ്പെടെയുള്ളവരും അവകാശപ്പെടുന്നു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ
മുഴുവൻ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. അങ്കമാലി ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. സമീപ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിലാർമൂഴിയിൽ കപ്പത്തോടിന്റെ പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ചാരായം നിർമ്മിക്കുന്നതിനു വേണ്ടി പാകപ്പെടുത്തിയ 200 ലിറ്റർ വാഷും മറ്റുപകരണങ്ങളും ചാലക്കുടി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ രാജു പിടികൂടി. കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ചാലക്കുടി റേഞ്ച് എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജിത് പി എ, മുഹമ്മദ് ഷാൻ എന്നിവർ ഉണ്ടായിരുന്നു. കപ്പത്തോടിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ 200ഓളം ലിറ്റർ വാഷ് കണ്ടെടുത്തു. ചാരായ നിർമ്മാണത്തിന് പാകപ്പെടുത്തിയ നിരവധി പഴവർഗ്ഗങ്ങളും അതുപോലെ കരിമ്പിൻ്റെ ചണ്ടി, പൂക്കല എന്നിവ തയ്യാറാക്കിയ വാഷാണ് കണ്ടെടുത്തിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കണ്ടെടുത്ത വ്യക്തികളെക്കുറിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ വൈകാതെ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു. കേരള നിയമസഭ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ ഒല്ലൂർ, പുതുക്കാട്, ചാലക്കുടി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വരണാധികാരികളെ മാറ്റി നിയമിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറെയും, പുതുക്കാട് മണ്ഡലത്തിൽ ജില്ലാ രജിസ്ട്രാർ, ചാലക്കുടി മണ്ഡലത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർമാരെ വരണാധികാരികളായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ചാലക്കുടി IMA ഫ്ളാറ്റിൽ വളവി വീട്ടിൽ ജോർജ് വളവി നിര്യാതനായി. 102 വയസ്സായിരുന്നു. റിട്ടയർഡ് DO ആയിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3 ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി സ്മിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുമുടിക്കുന്ന് ഹൈനാർക്കി റോഡിന്റെയും ചാലക്കുടി ആനമല റോഡിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണവും സംഘടിപ്പിച്ചു. ചായ്പോണി സർക്കാർ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഒരു സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ തൃശൂരിലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന് 1,11,000 മുകളിലെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.